നാളികേരത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞു. എന്റെ റബ്ബേ, എന്താണിത്? ഓ, തേങ്ങ വീണതാണ്. ഇത്രയും കാലം തേങ്ങ വലിക്കാരനെ കിട്ടാണ്ട് ബുദ്ധിമുട്ടേനി. ഇപ്പൊ തേങ്ങ വാങ്ങാൻ തന്നെ ആളെ കിട്ടാണ്ടായി. നിങ്ങൾ ഈ പണ്ടാര് തേങ്ങയൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിയിടുന്നേ. മനുഷ്യന് നിക്കാനും നടക്കാനും സ്ഥലമില്ല. ആടി, ഇപ്പൊ എനിക്ക് തേങ്ങ പണ്ടാര തേങ്ങാണില്ലേ. ഇത്രയും കാലം ഈ തേങ്ങ വിറ്റ കാശുകൊണ്ടാണ് എന്നെ നമ്മള് തീറ്റിപ്പോറ്റിയത്. മറക്കണ്ടത്. എന്തൊക്കെ മോഹങ്ങളായിരുന്നു. തേങ്ങ വിറ്റ് സ്കൂട്ടർ മേടിക്കണം, പുര പുതുക്കി പണിയണം. പാപ്പാ, എന്തായി മോനെ? സ്കൂളില് ഫീസ് അടക്കാൻ സമയമായി ബാപ്പച്ചേ. എല്ലാരും അടിച്ച്, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പോയി മാസിനോട് പറയ് തേങ്ങ വിറ്റ് അടക്കാന്ന്. അത് ഞമ്മള് മാഷോട് പറഞ്ഞ്. അപ്പൊ മാഷ് ചോദിക്ക, തേങ്ങ വിറ്റ എങ്ങനെ അടക്കാവുന്നതെന്ന്. തേങ്ങ തെങ്ങിന്റെ മുകളിലും അടക്ക കവുങ്ങിന്റെ മുകളിലല്ലേ ഉണ്ടാകുന്നതെന്ന്. ഇനിയിപ്പൊ ഞമ്മൾ എന്തുത്തരാ പറയാ ബാപ്പാ? ഇനി ഒന്നും പറയണ്ട. തേങ്ങ വാങ്ങാൻ ആരെങ്കിലും കിട്ടുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. ബാപ്പാന്റെ കൂട്ടുകാരനില്ലേനോ ഒരു മൊയ്തു, മൂപ്പരോട് ചോദിച്ചൂടെ തേങ്ങ എടുത്താൽ കുറച്ച് കാശ് തരുമെന്ന്? മൂപ്പര സ്ഥിതിയൊക്കെ ഞമ്മളെക്കാട്ടിയും കഷ്ടാണ് മോനെ. അല്ല, അന്ന് എന്താ നിങ്ങളുടെ ഉദ്ദേശം? അന്നെ കെട്ടുന്നത് വരെ അന്നെ കെട്ടണം എന്നായിരുന്നു ഉദ്ദേശം. ഇപ്പൊ അങ്ങനല്ല, എങ്ങനെ ഒഴിവാക്കണം എന്നാണ്. ഈ തേങ്ങ ഇങ്ങനെ പൊര നിറച്ച് വെക്കാൻ തന്നെ ഞങ്ങളെ ഭാവം. ഈ തേങ്ങ കൊണ്ട് ഞമ്മൾ അടങ്ങാറായല്ലോ പഠിച്ചോനെ. പണ്ടൊക്കെ പെൺകുട്ടികൾ പൊര നിറഞ്ഞാലതിനും ബാപ്പമാർക്ക് ടെൻഷൻ. ഇപ്പൊ തേങ്ങ പൊര നിറഞ്ഞാലാണ് ടെൻഷൻ. എന്തൊരു കാലാണ് ബാപ്പ അത്. മോനെ, ഈ ഇവിടെ നിന്ന് ആലോചിക്ക്. ഞമ്മൾ അകത്തു പോയി കിടന്ന് ആലോചിക്കട്ടെ ഈ തേങ്ങൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ബാപ്പാ, ബാപ്പാ, എന്തായി മോനെ, ഐഡിയ കിട്ടിയോ? ഇവിടെ ഒരു പിച്ചക്കാരൻ വന്നിന്. അമ്മ വല്ലതും തരണേ. എന്റെ ചില്ലറൊന്നുമില്ലടോ. എന്റെ ചില്ലറൊന്നുമില്ല. മുറ്റത്തുനിന്ന് 2-3 തേങ്ങ എടുത്തു കൊടുക്കി. സന്തോഷാട്ടെ. പിച്ചക്കാരന് തേങ്ങ കൊടുത്തില്ലേ? ബാപ്പ പറഞ്ഞ പോലെ ഞമ്മള് പിച്ചക്കാരന് 3 തേങ്ങ കൊടുത്ത്. അന്നേരം പിച്ചക്കാരെ മൂപ്പര് 2.5 ഏക്കർ തെങ്ങും തോപ്പിന്റെ ആധാരം എടുത്ത് എനിക്ക് തന്നു. എന്റെ റബ്ബേ, നാളെ ഞമ്മളെ സ്ഥിതി ഇതാകുക അല്ലാ.